നമ്മൾ ആലോചിച്ച് നോക്കൂ, കുറേ ചെറുപ്പക്കാർ പെണ്ണിട്ടാതെ നടക്കുകയാണ്. പണ്ടൊക്കെ പെര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയണത് പോലെ ഇപ്പോൾ പെരയും പറമ്പും മഹലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളാണ്. എന്താ സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണ് കാണൽ ചടങ്ങിന് പോലും സമ്മതം കിട്ടാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ കുറേ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്കറിയാം. വേറെ കുറേ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, എല്ലാ അർത്ഥത്തും ധാർമ്മിക ശുദ്ധമായ ജീവിതം നയിക്കുന്നവരും യോജിച്ച കല്യാണം ലഭ്യമല്ലാത്തതിനാൽ അങ്ങനെ തേരാപേരാ നടക്കുകയാണ് കേരളത്തിൽ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? രക്ഷിതാക്കൾ ആവശ്യപ്പെടുമ്പോൾ കല്യാണം നോക്കില്ലേ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ ആദ്യമേ അതിനെ ശക്തമായി എതിർക്കും. ഓരോ വർഷവും രക്ഷിതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഏതോ ഒരു നല്ല പയ്യനുണ്ട്, അവനൊന്നും ഒന്ന് കണ്ടുപോകട്ടെ, തൽക്കാലത്തേക്ക് അതിനെങ്കിലും സമ്മതിക്കുമെന്നൊക്കെ പറഞ്ഞ് കുടുംബവും വല്യമ്മയും മൂത്താപ്പിയും അമ്മൂനും ഒക്കെ കൂടെ വഴക്ക് പറയുമ്പോൾ അവരങ്ങനെ സമ്മതിക്കണ്. പക്ഷേ ആ ഒരു സ്റ്റെപ്പിൻ്റെ അപ്പുറത്ത് മുന്നോട്ട് പോവില്ലേ. അവരുടെ വക ഇൻ്റർവ്യൂ വരും, ശക്തമായ ഇൻ്റർവ്യൂ നടത്തും ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ. നിങ്ങളെന്താ പഠിച്ചതെന്ന് ചോദിക്കും. ഡിഗ്രി ഫുള്ള് പാസ്സായെന്ന് ചോദിക്കും. ആ, ഫുള്ള് പാസ്സായി. ഏതായിരുന്നു ഡിഗ്രി? ഞാൻ സോഷ്യോളജി. അപ്പം ചിരിക്കുമായിരുന്നു, സോഷ്യോളജിയോ? നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് ചോദിച്ച പെൺകുട്ടിയുണ്ട്. ആ സാധു പയ്യൻ പറഞ്ഞു, നല്ല ജോലിയൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനാണ്. അവൻ പറഞ്ഞ് എനിക്ക് സ്കൂട്ടി ഓടിക്കാനറിയാം. അപ്പോൾ ആ പെണ്ണ് വായ പൊത്തിയിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ചോളൂ. എന്നിട്ട് അവൾ ബുള്ളറ്റ് ഓടിക്കണ വീഡിയോ കാണിച്ചു കൊടുത്തു ഓളെ ഫോണിൽ നിന്ന്. ആ കല്യാണം മിസ്സായി, നടക്കൂല. ഓരോ കാരണം പറഞ്ഞ് കല്യാണം വെച്ച് നീട്ടുന്നത് കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീഡനമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയേണ്ട ഒരു ദാർശനിക വേദിയല്ല ഇത്. ഫെമിനിസത്തെക്കുറിച്ചും നവലിബറലിസവും നവനാസ്തികതയും സമൂഹത്തിലുണ്ടാക്കുന്ന ദുസ്വാധീനങ്ങളെക്കുറിച്ചും അതൊന്നും അത്രമേൽ വിശദീകരിച്ച് പറയേണ്ട ഒരു വേദിയല്ല ഇത്. അത്തരം താത്വികമായ ഫിലോസഫിക്കലായ ഒരു അവതരണത്തിന് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്നാലും ആരൊക്കെയോ പറഞ്ഞു കയറ്റിയിട്ട് നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കുടുംബജീവിതം അതൊരു പീഡനമാണ്, അതൊരു പാരതന്ത്ര്യമാണ്.